ഹലോ ഡിയേഴ്സ്, വരൂ നമുക്കൊരു യാത്ര പോയാലോ. ഇന്നത്തെ യാത്ര മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയില്ലേ പറശ്ശിനിക്കടവ് മുത്തപ്പൻ, കണ്ണൂർ ജില്ലയിലെ. പെട്ടെന്നുണ്ടായ തീരുമാനത്തിൻ്റെ പുറത്താട്ടോ ഇന്നിപ്പോൾ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലേക്ക് പോണത്. സത്യം പറഞ്ഞാൽ നാളെ ജാനീൻ്റെ ബർത്ത്ഡേ ആണ്. നാളെ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 24 ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളോ എന്തൊക്കെ പ്രശ്നങ്ങളോ വരുന്ന സമയത്ത് ആദ്യം വിളിക്കുന്ന പേര് മുത്തപ്പ എന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുത്തപ്പനായിട്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. കുറേ കാലമായി വിചാരിക്കുന്നു മുത്തപ്പനെ ഒന്ന് കാണണം എന്ന്. പക്ഷേ ഇന്നാണ് അതിനുള്ള ദിവസമായിരുന്നത്. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊന്നുമില്ല, 2-3 കസിൻസ് അവർ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ പ്രാവശ്യവും മുത്തപ്പനെ കാണാൻ പോവുകയാണെങ്കിലും രാവിലെ ഏർലി മോർണിംഗ് ആണ് ഞങ്ങൾ യാത്ര തിരിക്കാറുള്ളത്. എന്നിട്ട് അവിടെ പോയിട്ട് മുത്തപ്പൻ കാവിലൊക്കെ ഒന്ന് പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ട് തിരിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഈവനിങ് ടൈമാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ അവിടെ എത്തും. അവിടുന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ മുത്തപ്പനെ കാണണം, വെള്ളാട്ട് കണ്ടിട്ട് തിരിച്ചു വരണം എന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്ലാൻ. ഇന്ന് എന്താണെന്നറിയില്ല, തീരെ തിരക്കില്ലാത്ത റോഡായിരുന്നു, വളരെ സ്മൂത്തായിരുന്നു ട്രാവലെല്ലാം. ഇടയ്ക്ക് ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി കേട്ടോ. 2 ചായ, 3 ബൂസ്റ്റ്, പിന്നെ കോഫി, ഇത്രയെല്ലാം കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഓൾറെഡി എല്ലാവരും ഫുള്ളായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ബില്ല് കൊടുക്കുന്ന സമയത്ത് കടക്കാരൻ എന്താ ഒന്നുകൂടി പറഞ്ഞേ, എന്തൊക്കെയാണ് കഴിച്ചത്? ഞങ്ങൾ 2 ചായ 3 കോഫി അങ്ങനെയായിരുന്നു ഞങ്ങളൊരു. ജാനി കഴിക്കുന്ന കണ്ടില്ലേ പൊറോട്ട, അവൾക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് യാത്ര ആണെന്നുണ്ട്. ഫാമിലിയിൽ എല്ലാവർക്കും മുത്തപ്പനെ കാണണം, വെള്ളാട്ട് കാണണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് ജോലികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം ഞങ്ങൾ മുത്തപ്പൻകാവ് പോകുന്ന സമയത്ത് എല്ലാവരെയും കൊണ്ടിട്ടേ പോവുള്ളൂ. ജാനിക്കും അതൊരു വലിയ സന്തോഷമാണ്. എന്തായാലും അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇനിയും കുറച്ചുകൂടി ട്രാവൽ ചെയ്യാറുണ്ട്, മാഹിയൊക്കെ എത്താനുണ്ട്. മാഹിയിൽ നിന്ന് കുറച്ച് പെട്രോൾ അടിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പെട്രോൾ അടിക്കണം. എന്താ ജാനിക്ക് അവിടെ നിന്നൊരു പേപ്പർ കിട്ടിയിട്ടുണ്ട്, പിന്നെ അതുകൊണ്ടായിട്ട് കളി. എന്തായാലും സമയം വൈകി തുടങ്ങിയിരിക്കുന്നു, രാത്രിയായി. ഇത്ര കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും ഒരു ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പിന്നെയും യാത്ര തുടർന്നത്. കസിൻസിൻ്റെ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ചില്ലാണ്, എപ്പോഴും ഭയങ്കര ചില്ലാണ്. ഇവരുടെ കൂടെ യാത്ര ചെയ്യാൻ എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ മുത്തപ്പൻകാവിൽ എത്തിയിരിക്കുന്നു. എത്തിയ സമയത്ത് അവിടെ എന്തൊക്കെയോ ചെണ്ട മുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നടയടയ്ക്കാൻ പോകുന്നതിന് മുമ്പുള്ള എന്തോ ഒരു പരിപാടിയാണെന്ന്. സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിൽ ഞങ്ങൾ മുത്തപ്പൻകാവിൽ എത്തുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എന്തൊക്കെയാ റിച്വൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇത്തിരി സമയം അമ്പലത്തിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ അവിടുത്തെ നമ്പൂതിരി പറഞ്ഞു, മക്കൾ ഫുഡ് കഴിച്ചോന്ന്. അപ്പോൾ ഞങ്ങളില്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് വേഗം പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ മുത്തപ്പൻകാവിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാ, ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കാൻ ഇവിടെ മുത്തപ്പൻ സമ്മതിക്കാറുമില്ല കേട്ടോ. പിന്നെ ഈ മുത്തപ്പൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ ആ രുചി നാവൊന്നും പോവില്ല. മുത്തപ്പൻകാവിലത്തെ ചോറ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര ചോറ് തന്നെയാണ്. ആ ഒരു പച്ചക്കറിയും അതിൻ്റെ കൂടെയുള്ള മോരും, സൂപ്പർ. ഇപ്പോഴും നാവിൽ വെള്ളം വരിക. ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ പിന്നെയും അവിടെ ചെണ്ടമുട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നുകൂടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ നാളത്തെ വെള്ളാട്ടിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ നമ്പൂതിരി എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്താ കാര്യങ്ങളൊക്കെ. ഞങ്ങളിങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് അവിടുന്ന് ഒരു ആൾ വിളിച്ച് പറഞ്ഞു അകത്തേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി, ഈ നിൽക്കുന്ന എല്ലാവരും കൂടി അകത്തേക്ക് പോയി. അകത്തുനിന്ന് പിന്നെ കുറേ സമയം ആ ഒരു റിച്വൽസ് എല്ലാം കണ്ടു. ഇതാ കണ്ടില്ലേ, അവർ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് കയറി. പിന്നെ ഉള്ളിൽ നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ലാന്ന് അവിടെ നല്ലോണം എഴുതി കാണിച്ചതുകൊണ്ട് ഞാനങ്ങനെ ഫോണൊന്നും ഉള്ളിൽ നിന്ന് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നു. അപ്പോഴാണ് ഇതാ ആൾ വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാലോ മുത്തപ്പൻ്റെ വാഹനം എന്ന് പറയുന്നത് വാഹനമാണോ, എന്തായാലും മുത്തപ്പൻ്റെ സാരഥി നായയാണല്ലോ. ഞങ്ങളവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നായ ഞങ്ങളുടെ അടുത്തേക്ക് കയറി വന്നു കേട്ടോ. ഇതൊരു അമ്മയാണ് കേട്ടോ, കുറേ മക്കളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആൾക്ക് കുറച്ചൊരു
എന്തൊരു വിഷമമുള്ള പോലെ. അല്ലെങ്കിൽ നായകൾക്കൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ, നമ്മൾ അവരെ ഒന്നും ഉപദ്രവിക്കാതിരുന്നാൽ അവർ ഓക്കെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുള്ള ആളാണ് ഈ നായകൾ എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ ഞാൻ പേടിയില്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. മുത്തപ്പൻ്റെ വാഹനമാണല്ലോ, മുത്തപ്പനെ അറിയാം. എന്തായാലും മുത്തപ്പൻകാവ് വന്നിട്ട് ഒരു നായ പോലെ ഒരാളെയും കടിച്ചതായിട്ട് ഞാനും ഇതുവരെ അറിയില്ല കേട്ടോ. കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ എണീറ്റു. 5:45 വെള്ളാട്ട് തുടങ്ങുക എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5:45 എത്തി. വെള്ളാട്ടെല്ലാം കണ്ടു. പിന്നെ അവിടുത്തെ പ്രസാദം കഴിക്കാതെ നമുക്ക് പോരാൻ പറ്റില്ലല്ലോ. ആ ചായക്ക് എന്തൊരു ടേസ്റ്റാണെന്നറിയോ, മമ്പയറും തേങ്ങാപ്പൂളും പിന്നെ ഒരു ചായയും. അതാണ് ഇവിടുത്തെ പ്രസാദം. ഇത് കഴിക്കാണ്ട് ഇറങ്ങി വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ജാനിക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ മുത്തപ്പൻകാവിൽ ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് പോയി. ഈ സ്ഥലം എന്താണെന്നറിയോ, ഇതൊരു കള്ളു ഷാപ്പിലേക്ക് പോവുക കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി. സമയം രാവിലെ ഒരു 8 മണി 8:30 ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഈ മുന്നിൽ പോകുന്ന ഇവൻ ആരാന്നറിയോ, ഇവൻ ഭയങ്കര ജഗജാലകില്ലാടിയാണ്. അവൻ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് എല്ലാ ഊടുവഴികളും എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളും ഓൾമോസ്റ്റ് അവനെല്ലാം അറിയാം. സോ ഇന്ന് ഞങ്ങളുടെ സാരഥി അവനാണ്. രാവിലെ തന്നെ കള്ളു കുടിക്കാൻ വന്നതെന്നാണ് പറയുന്നത്, പക്ഷേ കള്ളു കുടിക്കാനല്ല, ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നല്ല അപ്പവും പിന്നെ പോർക്ക് കറിയും ചിക്കനോ മീനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത്. ഞങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. പിന്നെ കൂടെ കള്ളും കഴിക്കാമല്ലോ. ഈ ഷാപ്പിൻ്റെ പുറത്താണ് സിറ്റിംഗ് ഒക്കെ ഉള്ളത്. മീൻസ് ഉള്ളിലും ഉണ്ട്, പക്ഷേ നമുക്ക് പുറത്ത് ആ ഒരു വൈബ് വെച്ചിട്ട് ഇരിക്കാം. ഇവിടുത്തെ കള്ളിന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല മധുരം. രാവിലെ തന്നെയുള്ള കള്ളായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്കങ്ങനെ കിക്കൊന്നും ആവില്ല, പക്ഷേ കള്ള് കുടിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഇതാ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളും എത്തി. ഇതാണ് മെയിൻ ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇതാ എന്തൊക്കെ ഉണ്ട് നോക്കിയേ. കപ്പയുണ്ട്, ആവോലി തന്നെയല്ലേ, അതുണ്ട്, മീൻ കറി, പിന്നെ നല്ല സോഫ്റ്റ് അപ്പം ഉണ്ട്, പിന്നെ പോർക്ക് ഫ്രൈയും കൂടി ആയിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു. പിന്നെ അറിയാലോ കള്ള് ഷാപ്പിൽ പൊതുവേ നല്ല എരിവുണ്ടാവും. എനിക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷാപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിക്കാനൊക്കെ, പക്ഷെ ഇതുവരെ പോയിട്ടില്ലായിരുന്നില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എന്തായാലും സൂപ്പർ. നല്ല എരിവുള്ള കറിക്ക് നല്ല മധുരമുള്ള കള്ള്, ശരിക്കും ഒരു ജ്യൂസ് കുടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. കള്ളിന് അത്ര വലിയ കിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നല്ല ഞങ്ങൾ വേഗം ഇറങ്ങി പിന്നെ റൂമിൽ പോയി വെക്കേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുക കേട്ടോ. ഈവനിങ് ജാനീൻ്റെ ബർത്ത്ഡേ ജസ്റ്റ് ഒരു കുഞ്ഞു സെലിബ്രേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പോകുന്നത് കേട്ടോ. അല്ല എങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് മെല്ലനെ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവന് അങ്ങനെ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോയേ പറ്റുണ്ടായിരുന്നുള്ളൂ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഉച്ച സമയമായിരുന്നു, ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് കണ്ടെത്തലായിരുന്നു നെക്സ്റ്റ് പണി. കാരണം ബൈപ്പാസിലൊന്നും അങ്ങനെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങൾ ഹോട്ടലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോയി കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. ഞങ്ങളെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.